ഇന്ത്യ റഷ്യയിൽ നിന്ന് നേരിട്ട് 36 മുതൽ 40 Su-57E യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ട്. യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞതോടെ സ്ക്വാഡ്രൺ ശേഷി അനുവദനീയമായ 42 എന്നത് 36ലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ് Su-57. ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകൾ തമ്മിലുള്ള കരാറായിട്ടാകും ഇടപാട് നടന്നേക്കുക. ഇതിനു പുറമെ കൂടുതൽ Su-57E യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചേക്കുമെന്നാണ് പ്രതിരോധ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്ന് 2 സ്ക്വാഡ്രൺ, അതായത് 36 മുതൽ 40 യുദ്ധവിമാനങ്ങൾ Su-57E നേരിട്ട് വാങ്ങുകയും ഇന്ത്യയിൽ 3 മുതൽ 5 സ്ക്വാഡ്രൺ, അതായത് 54 മുതൽ 90 യുദ്ധവിമാനങ്ങൾ പ്രാദേശികമായി നിർമ്മിക്കാനാണ് ആലോചന. അടുത്തിടെയാണ് ഫ്രാൻസിൽ നിന്ന് 114 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നിർദ്ദേശം വ്യോമസേന കേന്ദ്ര സർക്കാരിന് മുമ്പാകെ വെച്ചത്. ഇതിൽ 24 എണ്ണം ഫ്രാൻസിൽ നിന്ന് നേരിട്ട് വാങ്ങുകയും ബാക്കി ഇന്ത്യയിൽ നിർമ്മിക്കാനുമാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഇതിന് പുറമെയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ Su-57 യുദ്ധവിമാനത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ 10 ടണ്ണോളം ഭാരം വരുന്ന ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ സ്റ്റെൽത്ത് വിമാനമാണ് Su-57. ഹിമാലയം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഉയർന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന കരുത്തുറ്റ എഞ്ചിനാണ് ഇതിൻ്റെ പ്രത്യേകത. കുത്തനെ കുതിച്ചുയരാനും കുത്തനെ താഴേക്ക് പറക്കാനും വായുവിൽ വട്ടം തിരിഞ്ഞ് പറക്കാനുമൊക്കെ കഴിയുന്ന റഡാറുകളെ കബളിപ്പിക്കുന്ന സവിശേഷത Su-57ൻ്റെ പ്രത്യേകതകളാണ്. മാത്രമല്ല, ഇന്ത്യക്ക് വിമാനത്തിൻ്റെ സോഴ്സ് കോഡ് പൂർണ്ണമായും നൽകാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും ഉപകരണങ്ങളും ഘടിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. സാങ്കേതിക വിദ്യ കൈമാറ്റവും റഷ്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ചൈന തദ്ദേശീയമായി വികസിപ്പിച്ച J-20 എന്ന 5ാം തലമുറ യുദ്ധവിമാനം സൈന്യത്തിൽ വ്യാപകമായി ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. 200 J-20 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ തന്നെ ചൈനയുടെ പക്കലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭാവിയിലെ ഭീഷണി മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്നത്. തദ്ദേശീയമായ AMCA പദ്ധതി പൂർത്തിയായി യുദ്ധവിമാനം സേനയുടെ ഭാഗമാകാൻ ഇനിയും വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരുമെന്നതിനാലാണ് പുതിയ ചർച്ചകൾ. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള HALൻ്റെ പ്രൊഡക്ഷൻ ലൈനിലാകും Su-57 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക. ഇതിൽ 40% ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളാകും ഉപയോഗിക്കുക. നിലവിൽ റഷ്യയുടെ Su-30 AKI യുദ്ധവിമാനങ്ങൾ നാസിക്കിലെ പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത്. ഇതിനാവശ്യമായ സാങ്കേതികവിദ്യ റഷ്യ കൈമാറിയിരുന്നു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന Su-57E യുദ്ധവിമാനങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിനും റഷ്യയ്ക്ക് പദ്ധതിയുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുമെന്നതും ഇത് ആഗോള വിപണിയിൽ കൂടുതൽ സാന്നിധ്യം ഒരുക്കുന്നതിന് സഹായിക്കുമെന്നുമാണ് റഷ്യ കരുതുന്നത്. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.